No, you just mute. Hello. Anyone is asking anything? Any doubts? Any concerns? Hello. 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 Yeah. Yes, Manu. So, any one of you are having any doubts? Please ask. Hello. Can you? See, please ask. In case you guys, yeah, Khadija, please come forward. Yes. You can unmute her, Khadija. Yes. See, if you guys want some real world examples, we can give you some real world examples. Yeah, Khadija, Husna. Khadija, please speak. ഹലോ സർ Yeah, എന്റെ yeah. ഡൗട്ട് എന്താന്ന് വെച്ചാല് നമ്മൾ Hmm. കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ നമ്മൾ വന്നു നമ്മൾ Hmm. സംസാരിക്കുന്നു ഓക്കെ ബട്ട് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിരിക്കില്ല കാച്ചും ബട്ട് നമ്മൾ Achha. കേൾക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കണ്ടേ അപ്പൊ നമ്മള് എന്താ വെച്ചാൽ അത് ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലേ എല്ലാവരും പറയും സംസാരിക്കൂ അപ്പൊ നമ്മൾ അങ്ങോട്ട് സംസാരിക്കും ബട്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാതെ നമ്മൾ എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അതിന് നമ്മൾ പഠിക്കണം See, പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയുന്നു ബട്ട് Hmm. അതിനുവേണ്ടി നമ്മൾ സംസാരിച്ച് തുടങ്ങിയാലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കണ്ടേ ഇതേ പറഞ്ഞ സംഗതി ഒന്ന് ഇംഗ്ലീഷിൽ ഇവിടെ പറയാമോ? Yes. Try it. Try it now. Yes. ചുമ്മാ പറയേ. വഴിയാണല്ലോ ചുമ്മാ Okay, പറയേ. okay. I'm confident in my. I'm confident to speak my English, but my mistake is my big problem is the listeners how to understand my language. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും പെട്ടെന്ന് പറയാൻ അല്ല, ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റും Really See, good. this Very is nice. fine. Yeah. This is fine. Yeah, I'm saying this is fine. What actually needs to be worked is practice. Now, I'm telling you, what you said definitely had a point. You said you are not sure whether the others who are listening might understand me the very same way which I am trying to speak or trying to convince. That is your point. That is very much logical. You know, you only get to convince your thoughts if you have a wide set of vocabulary. നമ്മുടെ കയ്യിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഒരാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഖദീജ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞതിൽ നിന്ന്, മലയാളത്തിൽ പറഞ്ഞാൽ ഞാനങ്ങ് വിട്ടുകളയും, ഇംഗ്ലീഷിൽ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നത് തന്നെയാണോ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്നല്ലേ ഖദീജ ചോദിച്ചത്? അതെ അതെ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത വാക്കുകൾ വേറെയായിരുന്നു, ഖദീജ യൂസ് ചെയ്ത വാക്കുകൾ വേറെയായിരുന്നു. എന്തുകൊണ്ടാണ് ഖദീജ യൂസ് ചെയ്ത വാക്കുകളിൽ ഖദീജയ്ക്ക് സംശയം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കാബുലറി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മളെ വൊക്കാബുലറിയെ വളർത്തിയെടുക്കണം. നമ്മൾ പുതിയ വാക്കുകൾ എക്സ്പ്ലോർ ചെയ്യണം. മലയാളത്തിൽ എനിക്ക് ഒരുപാട് വാക്കുകൾ അറിയില്ല, പക്ഷെ ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ച് വാക്കുകൾ അറിയാം. കാര്യം ഞങ്ങളുടെ ജോലി, ഇപ്പൊ എന്റെയും പ്രതാപാശാന്റെ ഒക്കെ ഡെയിലി ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് ഉണ്ടാക്കുന്നത് ഈ ഭാഷയിലൂടെയാണ്. അപ്പം ഞങ്ങൾക്ക് വരുന്ന ജോലിയുടെ ടാസ്കുകൾ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഞങ്ങളുടെ മാനേജർമാര്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലുള്ള ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ താഴെയുള്ള ജൂനിയേഴ്സ്, ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഇതാണ്. അപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മുടെ പ്രാക്ടീസ് മെച്ചപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങളും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാക്കുകൾ ഞങ്ങൾ പുതിയത് ഇന്നിപ്പോ ഒരു പുതിയ വാക്ക് കിട്ടി എങ്കിൽ അതെന്താണ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. സി, മെയിൻലി നമ്മുടെ ഉള്ളിൽ ഒരു ത്വര വേണം, ഒരു ഡ്രൈവ് വേണം. എടാ, ഒരു പുതിയ വാക്കല്ലേ അവൻ പറഞ്ഞേ, അവൻ എന്താണ് പറഞ്ഞത്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓർഡൈൻ നമ്പർ, എന്താണ് ഓർഡൈൻ നമ്പർ? ഓർഡൈൻ നമ്പർ മീനിങ് ഏത് ഇംഗ്ലീഷ് വാക്ക്, ഇനിയിപ്പോ എന്തിലും വാക്ക് കിട്ടിക്കോട്ടെ, ആ വാക്ക് കിട്ടിയാൽ ആ വാക്ക് അടിച്ചിട്ട് മീനിങ് എന്നടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കൊണ്ടുതരും ആ വാക്കിന്റെ അർത്ഥം എന്താന്നുള്ളത്. ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിൽ പ്രശ്നമില്ല. ഇനി അതല്ലെങ്കിൽ അതിന്റെ യൂസേജസ്, വേറെ സെന്റൻസ്, യൂസ് ഇന്ന വാക്ക് ഇൻ സെന്റൻസ് എന്ന് കൊടുത്താലും അതിൻ്റെതായ വേറെ സ്റ്റേറ്റ്മെന്റുകൾ തരും. കാരണം നമ്മൾ വലിയ ടൂൾസ് ഒന്നും യൂസ് ചെയ്യണ്ട, സാധാരണ നമ്മുടെ ബ്രൗസർ യൂസ് ചെയ്താൽ മതി. അതായത് ഗൂഗിൾ ക്രോമോ
അല്ലെങ്കിൽ ഏത് ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ് സർഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൗസർ എന്ന് പറയും, അതായത് എഡ്ജോ ക്രോമോ അല്ലെങ്കിൽ മോസിലയൊക്കെ ചിലർ യൂസ് ചെയ്യുന്നുണ്ട്, അതിലടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ മീനിങ് കിട്ടും. അപ്പം ഖദീജ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: നമ്മൾ പുതിയ വാക്കുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടും കേട്ടാൽ സൗന്ദര്യമുള്ള രീതിക്കും പ്രസന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ ഖദീജ? yes, yes. ഡു യു ഫീൽ പോസിറ്റീവ് ഓർ ആർ യു കൺഫ്യൂസ്ഡ്? Okay, sir. No, I was asking, are you feeling a bit more positive that this is something I can try? Or do you feel, no, he is saying something? What do you feel? ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞേക്ക്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലായെന്നുള്ളത്. Try. I understood your valuable words. So I Come on. അങ്ങനെ വെച്ച് Shoot നമ്മൾ it, നിന്ന് പോകും. Shoot it. അവിടെ വെച്ച് നമ്മൾ നിന്ന് പോകുന്നു, അതാണ് See, പ്രശ്നം. ഇത് ടോട്ടലി ഫൈൻ ആണ്. ഇത് ടോട്ടലി ഫൈൻ ആണ്. ഞാനേ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് സോറി IELTS പഠിക്കാൻ പോയി. IELTS എല്ലാവർക്കും അറിയാലോ അല്ലെ? IELTS ഈ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എബ്രോഡ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഡിഗ്രി വരെ കഴിഞ്ഞ് BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരാള് IELTS പഠിക്കാൻ പോയിട്ട് എവ്രി വൺ സ്പീക്ക് സംതിങ് അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാൻ പറഞ്ഞു. അപ്പം എന്റെ ഈ ഫ്രണ്ടിന്റെ പേര് ജേക്കബ് എന്നാ. പുള്ളി പോയിട്ട്, സർ ഐ 3 പ്രാവശ്യം പറഞ്ഞിട്ട് പറയണേ സാറേ വരുന്നില്ല. അപ്പൊ സംഭവം എന്താണ്? ഈ 10-12 വർഷം കൊള്ളാവുന്ന CBSE സ്കൂളിൽ പഠിച്ച് 3 വർഷം ഇംഗ്ലീഷ് മീഡിയം യൂസ് ചെയ്ത് ഡിഗ്രിക്ക് പഠിച്ചവന്റെ കയ്യില് വാക്കുകളില്ലാഞ്ഞിട്ടല്ല, അത് ശീലിക്കാഞ്ഞിട്ടാ. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെയുള്ളൂ. ഇപ്പൊ ഖദീജ പറഞ്ഞ സംഗതി പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. കൂടുതൽ വാക്കുകൾ എക്സ്പ്ലോർ ചെയ്യുക, അതിലൂടെ സംഗതി ശരിയാവും. ശരിയാവാതിരിക്കാൻ ഒരു കാര്യമില്ല, ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഖദീജ, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. 80% മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചിരിക്കുന്നു. അയ്യോ എന്റെ ഇംഗ്ലീഷ് കൊള്ളത്തില്ല, അവരെങ്ങനെ വിചാരിക്കും, ഇത് നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, മൈ ഇംഗ്ലീഷ് ഈസ് വെരി ഗുഡ്, ഐ ക്യാൻ ടോക്ക് ടു എനിവൺ അറ്റ് എനി ടൈം, ഓൾ ക്യാൻ ലിസൺ ടു മീ അറ്റ് എനി ടൈം. ഒരു രീതിയിൽ നമ്മൾ ഹൈലി മോട്ടിവേറ്റ് ആയി നമ്മൾ എപ്പോഴും സംസാരിക്കണം. നമ്മുടെ ഇംഗ്ലീഷിൽ ഒരിക്കലും നമ്മൾ മോശമായിട്ട് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ആ വിചാരം തന്നെ മാറ്റണം ആദ്യം. അത് എങ്ങനെ പിന്നെ മാറ്റാൻ പറ്റത്തില്ല, ത്രൂ ഹാർഡ് വർക്ക്. മനസ്സിലായോ? നമ്മുടെ പ്രാക്ടീസിൽ വരേണ്ട. മനു പറഞ്ഞത് അത് തന്നെയാണ്. നമ്മളെ വൊക്കാബുലറി ഒക്കെ പറഞ്ഞാലും നമുക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ആ വിചാരം തന്നെ മാറ്റണം. നമ്മൾ ഏത് സാഹചര്യത്തിലും സംസാരിക്കും. ഇപ്പൊ എന്താ, ഇതിൽ പലരും ക്യാമറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോ നമ്മുടെ കൈകള്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ സംസാരിക്കുന്ന ടോൺ, ഇതെല്ലാം ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആള് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ വളരെ കുറച്ച് നമ്മുടെ കൈയും കാലും, നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ്, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്, നമ്മുടെ ആ മുഖത്തുള്ള ഒരു പുഞ്ചിരി, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നതാണ്. നിങ്ങൾ വെറും ഇംഗ്ലീഷിനെ ഒരു ഇതായിട്ട് മാത്രം ചിന്തിക്കരുത്. ഇംഗ്ലീഷ് ഇസ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. മലയാളം പോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷും. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മുടെ ആവശ്യം, നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ലിസണറുടെ ഹാർട്ടിലെത്തണം. ഐ മീൻ ടച്ചസ് ദർ. അങ്ങനെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് ഫുൾ ബോഡി ഇമോഷൻസ് ആൻഡ് പ്രാക്ടീസ് ചെയ്ത് അത് പറയാം. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മനുവിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വേണ്ടി പർപ്പസ് ഇതാണ്. നിങ്ങൾ പലരും അങ്ങ് പേടിച്ചിരിക്കുകയാണ്, നമുക്ക് എനിക്കോ എന്റെ ഇംഗ്ലീഷ് ശരിയാവില്ല. ഈ പേടി മാറാതെ നമുക്ക് ഇംഗ്ലീഷ് ഒരിക്കലും മതി. ഈ പേടി എങ്ങനെ മാറുന്നത്? പ്രാക്ടീസ് ആണ്. ഏത് സമയവും പ്രാക്ടീസ് ചെയ്യണം. ഏത് സമയം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ ലോകം ആ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ, ഇതിൽ മൊബൈൽ ഇല്ലാത്ത ആരുമില്ല. നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഉള്ളവരാണ്. ഞാൻ അതാണ് നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ മൊബൈലിനകത്തുള്ള ഒരു ടൂളാണ് ഏതാണെന്നറിയോ? വീഡിയോ റെക്കോർഡർ. നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യില്ലേ? ഈ വീഡിയോ റെക്കോർഡർ എടുത്ത് വെച്ച് ഡെയിലി അങ്ങ് സംസാരിക്കുക. എന്തിനെ കുറിച്ച് സാറേ? അപ്പം ചോദിക്കും, സാർ ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കും? നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിൽ,
എന്റെ കയ്യിൽ ഒരു പെൻസിൽ ഇരിക്കുക, അതാ ഒരു പെൻസിൽ. ഈ പെൻസിലിനെ കുറിച്ച് എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. ഐ ക്യാൻ ടോക്ക്. ഈ നിങ്ങൾ ഈ ഓപ്ഷൻ എനിക്കകത്താണ്, ഞാൻ പറയും ദിസ് ഇസ് ദ പെൻസിൽ ഐ യൂസ് ടു റൈറ്റ് ആൻഡ് ദിസ് ഇസ് കളർ ഓഫ് ദിസ് പെൻസിൽ ഇസ് ബ്ലാക്ക് ആൻഡ് ഇസ് എ റിയലി നൈസ് പെൻസിൽ. എവരിവൺ ഷുഡ് യൂസ് ദിസ് പെൻസിൽ ടു റൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് റിയലി അമേസിംഗ് ഇഫ് യു ക്യാൻ റൈറ്റ് blah blah blah. So many things we can talk about this pencil. You have to put a timer and talk. Timer 2 മിനിറ്റ് ടൈമർ ആദ്യം വയ്ക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ 30 സെക്കൻഡ് വയ്ക്കുക, സംസാരിക്കുക. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്തുമാത്രം സാധനമുണ്ട്, സംസാരിക്കുക. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ പേടിക്കുകയാണ്. ഏത് സാധനത്തെ കുറിച്ച് സംസാരിക്കുക, ഒരു പീസ് പേപ്പർ എടുത്ത് 2 ആയിട്ട് കീറുക, ആ കീറിയ പേപ്പറിനെ കുറിച്ച് സംസാരിക്കുക. എന്ത് സാധനം സംസാരിക്കും? ഈ പേപ്പറിനെ കുറിച്ച് എന്താ സംസാരിക്കേണ്ടത്? This is a bit of paper and this is really a good bit, and we are actually tore this from a big sheet, and this is really an amazing bit. We can use it for so many things, and this is an amazing bit of paper. Everyone should use that kind of paper. Blah blah blah. It should be highly powerful. The way we are expressing our body language to demonstrate a single bit of paper. That is really powerful. We have to practice likewise. Then only our communication will improve a lot. Even though I am also making a lot of mistakes. But the thing is, we have to practice like this. The confidence will only come up like that. Okay? Okay. Okay. ഹുസ്നയ്ക്ക് എന്തോ ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഹുസ്ന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹുസ്ന, ഗുഡ് ഈവനിങ്. സർ, എന്റെ ഇപ്പത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ടൈം മാനേജ് ആണ്. നമ്മൾ എത്രത്തോളം ഇതിൽ സ്പെൻഡ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വീഡിയോ 2 or 3 പ്രാവശ്യം കണ്ടാലേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് ഒരുപാട് സമയം എനിക്ക് ആവശ്യമാണ്. പക്ഷെ എന്റെ അടുത്ത് അത്ര സമയമല്ല. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലെ, ഈ സമയം എന്ന് പറയുന്നത് പ്രധാനമാശാന്റെ മുഖത്ത് വന്ന ചിരി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി മച്ച് റിലേറ്റബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമയം എപ്പോ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു എക്സാമ്പിൾ പറയാം. വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്കും അതേ സമയത്ത് ജോലിക്ക് പോയി വരുന്ന ഒരു അമ്മയ്ക്കും ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വീട്ടമ്മമാരുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കേൾക്കാലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തിന് എല്ലാവർക്കും ഒരു ദിവസത്തിൽ ഈ 24 മണിക്കൂർ തന്നെ ഉള്ളൂ. പക്ഷെ ഒരു സ്പോർട്സ് താരത്തിന്റെ 24 മണിക്കൂർ ആ ആള് ഡിവൈഡ് ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോൾ ഉള്ള ട്രെയിനിങ് മുതലായിരിക്കും. 4 അല്ലെങ്കിൽ 4:30 ആകുമ്പോഴായിരിക്കും ആ ആൾ എണീക്കുന്നത്. 4:30 എണീറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 6:30-7 മണി വരെ എന്ന് പറയുന്നത് അയാളുടെ ഡെയിലി വാമപ്പും വർക്കൗട്ടും ഡയറ്റ് തുടങ്ങുന്നതും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അയാളുടെ ഫാമിലി പരമായ അല്ലെങ്കിൽ അയാളുടെ വീടുപരമായ ഡെയിലി ടാസ്കുകൾ അയാൾ തുടങ്ങുന്നത് 8 മണിക്കോ 10 മണിക്കോ ആയിരിക്കും. 10 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണി 2 മണിയോടെ അയാൾ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 5 മണി വരെ റെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് 6-6:30-7 മണിയാകുമ്പോൾ ഈവനിങ് പ്രാക്ടീസ് സെഷനിലേക്കായിരിക്കും പോവുക ഒരു സ്പോർട്സ് താരം. ഒരു വർക്കിംഗ് പ്രൊഫഷണൽ, ലേഡിയോ ജെൻസോ ആയിക്കോട്ടെ, ഒരു വർക്കിംഗ് പ്രൊഫഷണലിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത പ്രയോറിറ്റി ജോലിക്ക് പോവുക. ജോലിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫാമിലിയാണ് അയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ചിലരിപ്പോൾ എന്റർടൈൻമെന്റ് ആയിരിക്കും, ഒന്നെങ്കിൽ പുറത്തു പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, കളിക്കാൻ പോവുക. അപ്പം ഇതൊക്കെയാണ് പ്രയോറിറ്റി. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ചിലരുണ്ടാവും, കലിങ്ക കുത്തിയിരിപ്പുണ്ടാവും നമ്മുടെ വീടിന്റെ അയലോക്കത്ത് ഒക്കെ അല്ലേ, നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്.
അവരുടെ ലൈഫിലെ പ്രയോറിറ്റി അതാണ്. അവർക്ക് ഈവനിങ് വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ കുട്ടികളുടെ കൂടെ പോയി കുറെ നേരം സൊറ പറഞ്ഞില്ലെങ്കിൽ ഒരു രസമില്ല. അവരുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആണ്, അന്നത്തെ ദിവസം അവർക്ക് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് ശീലിക്കുക. ആദ്യം നമ്മൾക്ക് ഒരു ദിവസം നമ്മുടെ എങ്ങനെ പോകണം എന്നുള്ളത് എണീക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. ഈ പ്ലാനിങ്ങിന് അടിസ്ഥാനം ചെയ്ത് ആ ഡേ 1 മുതലേ ഓടൂല സ്വാഭാവികമായിട്ടും. കാര്യം ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ പരാജയമായിരിക്കും. പക്ഷെ ഒരു 4 ദിവസം 5 ദിവസം കഴിയുമ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതിനോട് അടുത്തടുപ്പിച്ച് വരുന്ന പോലത്തെ ഒരു സ്കെഡ്യൂളിൽ നമ്മൾ എത്തും. ഈ പറഞ്ഞ 1, 2, 3 തവണ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ആ 3 തവണ വീഡിയോ കാണുന്നതാണ് നമ്മൾ അതിനിടുന്ന എഫേർട്ട്. The time you invest will add on to your effort. The time you practice something new will add on to your skill. The time you spend driving, if you are a person who don't know driving, you invest more and more time into driving. You might make some mistakes, but the more you try this new skill of driving, you will eventually start driving on your own. So that is the purpose. You practice something new, you might fail, that is fine. Don't take that failure as an insult. Everyone learned this very same way. No one was perfect. എല്ലാരും മണ്ടത്തരം കാണിച്ച് പൊട്ടത്തരം കാണിച്ച് തന്നെയുള്ളൂ പഠിച്ചിട്ടുള്ളൂ. എല്ലാം പഠിച്ച് മൈസറായിട്ടായിട്ട് വന്ന ആരുമില്ല. നമ്മൾക്ക് തെറ്റിക്കാനുള്ള സമയം ഇതാണ്. ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമ്പം നമ്മുടെ മുന്നിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അന്ന് വരും. അന്നേരം നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റും. ആ, നീ പേടിക്കണ്ട, നീ തെറ്റിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ തെറ്റിക്കാനുള്ള സമയത്ത് നമ്മൾ തെറ്റിക്കുക, കോൺഫിഡന്റ് ആയിട്ട് തെറ്റിക്കുക. നിങ്ങൾക്കിപ്പം നല്ലൊരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ ചുറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കളിയാക്കുന്നവർ കളിയാക്കിയിട്ട് പൊക്കോട്ടെ, അവർ നമുക്ക് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇത് നേരത്തെ ചോദിച്ച സജീനയുടെ ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാണ്. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല, നമ്മളത് ടേക്ക് ചെയ്യുന്നില്ല. കാര്യം കളിയാക്കുന്നവർക്ക് നമ്മൾക്ക് പോസിറ്റീവായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. അവര് കളിയാക്കും, ഇനിയിപ്പോ ഇവൻ നാളെ എങ്ങനെ നമ്മളൊക്കെ മെച്ചപ്പെട്ട് വരുമോ, തളർത്തി അങ്ങ് വിട്ടേക്കാം. ഓക്കെ, സോ തളരാതിരിക്കുക. അതുപോലെ പ്രാക്ടീസ്, നമ്മൾ പ്രയോറിറ്റൈസ്. ഇപ്പം നിങ്ങൾ ഈ രാത്രി 8 മണി 9 മണി, എന്റെ ഇവിടുത്തെ സമയമാകട്ടെ 9 മണി പറഞ്ഞു, നിങ്ങളുടെയൊക്കെ അവിടെ സമയം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സമയത്ത് ഈ കോളിൽ ഇരിക്കാനുള്ള ഒരു പേഷ്യൻസും അതിനുള്ള ഇമ്പോർട്ടൻസ് ഈ കോളിന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രയോറിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ ദിവസത്തിൽ നിന്നും ഇത്രയും സമയം നിങ്ങൾ മൂവ് ചെയ്യുക. ഇതിനെയാണ് ഡെയിലി സ്കെഡ്യൂൾ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയുന്നത്. ഇതൊക്കെ ശീലത്തിലൂടെ വരുള്ളൂ. ഇന്ന് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് പോകും, നാളെ മുതൽ ഇത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു 25-30% പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കോൾ കഴിഞ്ഞ് നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒരു പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുന്നതിന് മുന്നേ എത്ര നേരം ചെയ്യും, അത് ഏതാണ്ട് എപ്പോഴൊക്കെ ചെയ്യാം. കാര്യം എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ സ്കെഡ്യൂളാണ്. നിങ്ങൾ ചിലർ 4 മണിക്ക് എണീക്കുന്നവരായിരിക്കും, ചിലർ 10 മണിക്ക് എണീക്കുന്നവരായിരിക്കും. 10 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്ര സമയം ബാക്കി ഉണ്ടെന്നുള്ള ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ ദിവസം ചാർട്ട് ചെയ്യാൻ. അതേസമയം 4 മണിക്ക് എണീക്കുന്ന ആൾക്ക് ദിവസത്തിൽ സമയം കൂടുതലുണ്ട്. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ 4 മണിക്ക് എണീക്കുന്ന ആൾക്ക് ചിലപ്പോൾ 5 മണിക്ക് പോകാനുള്ള ഒരാളെ റെഡിയാക്കാനായിരിക്കും, അല്ലെങ്കിൽ 5 മണിക്ക് സ്വന്തമായിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതായിരിക്കും. അതാ പറഞ്ഞു, ലൈഫ് സെപ്പറേറ്റ്. ആർക്കും വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് കഴിച്ചാൽ മതി എല്ലാ അസുഖത്തിനും ആവും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നോ ഫോർമുല വർക്ക്സ് ഈക്വലി ഫോർ എവ്രി വൺ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് ഇൻ. എവ്രി വൺ ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് ഫോർമുല. സോ യു ഫസ്റ്റ് വർക്ക് ഓൺ യുവർ ഓൺ ഫോർമുല. Draft a formula which will work for you. It might not work from day one. That is not the objective. The objective is you can do it consistently. പെട്ടെന്ന് ഒരു ദിവസം കയറി നന്നായിക്കളെ, നാളെ മുതൽ ഡയറ്റ്, നമ്മൾ വർക്കൗട്ടിന് പോകുന്നു, ഓടുന്നു, ചാടുന്നു, ഷുഗർ കഴിക്കുന്നില്ല, കട്ടൻ കാപ്പി മാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ദിവസം തല ഇറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റുന്ന സാധനം എന്താണ്? പയ്യെ കുറയ്ക്കാം. ഇപ്പൊ 2 സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 എത്തിക്കാം. 2 ആഴ്ച കൊണ്ട് അതിൽ 1 എത്തിക്കുക.
ഒരു 3 മാസം കൊണ്ട് വേണേൽ പഞ്ചസാര ഒഴിവാക്കാം. ഡയറ്റ് അതാ ഓക്കെ ആയി. ഇനി ഓട്ടം, പെട്ടെന്ന് 10 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ കുഴ വീഴും. അതേ സമയത്ത് ഒരു 10 മിനിറ്റ് നടക്കാൻ പോയി, പിന്നെ ഒരു 20 മിനിറ്റ് നടക്കാൻ പോയി, അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ഒരു 40-45 മിനിറ്റ് നടക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിയ ആൾക്ക് 5-6 മാസം കഴിയുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഓടാൻ പറ്റും. ആ പ്രാക്ടീസ് അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മാസം കൊണ്ട് സുഖമായിട്ട് 10-15 കിലോമീറ്റർ ഓടാൻ പറ്റും. ഡേ 1 പോയി 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നേരെ ആശുപത്രിയിലാണ്. അപ്പൊ ഇതിനെയാണ് സസ്റ്റൈനബിൾ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രയോറിറ്റൈസിങ്. നമ്മുടെ ഡേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളെ എവിടെ ഒപ്പിക്കാം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുമ്പം കൺസിസ്റ്റന്റ്ലി നമുക്ക് ചെയ്യാവുന്നേ. ഒരു ദിവസം നന്നാവാൻ നോക്കിയാൽ നന്നാവില്ല എന്ന് മാത്രമല്ല, തകരും. കാര്യം എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഓരോ സ്കെഡ്യൂൾ ഉണ്ട്. ആ സ്കെഡ്യൂളുകൾ ഡെലിവർ ചെയ്യാതെ ഞാനിപ്പോ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റില്ല, അല്ലേ? അതിപ്പോ ആരാണെന്ന് പറഞ്ഞാലും, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഇനി കളക്ടർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമുക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. നമുക്കും നമ്മുടെ മക്കൾക്ക് ഓഫർ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പേരൻസിന്റെ കാര്യങ്ങൾ, നമ്മുടെ നമ്മുടെ വർക്ക് പ്ലേസിനോടുള്ള കമ്മിറ്റ്മെന്റ്. സോ വി ആർ സംഹൗ കണക്റ്റഡ് ടു ദ കമ്മ്യൂണിറ്റി and there are deliverables. Deliverables means there are things we need to deliver. It might be a product, it might be a service, it might be some kind of offering, anything. So plan in a way that your daily deliverables are not impacted and you can continue this practice, which is consistency. Give importance to prioritizing, give importance to consistency. ഇപ്പൊ ഈ പറഞ്ഞ ഡൗട്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കൺസേൺസിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു. എങ്കിൽ നമുക്ക് ഈ ടോപ്പിക് ഇന്ന് വെടിപ്പാക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മനു, ഞാൻ ഇത് പറഞ്ഞ പ്രാക്ടീസിംഗ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ മനു പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒന്നും ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എപ്പോഴും അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അതായത് നമ്മുടെ ജോലി അങ്ങനെ ചെയ്യാൻ വേണം, അതിനകത്ത് നമുക്ക് വേണ്ട നമ്മുടെ ലക്ഷ്യവും അതിനകത്ത് ഫുൾഫിൽ ചെയ്യണം. ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കയ്യിൽ എല്ലാ മൊബൈലും ഉണ്ട്. നിങ്ങൾ ഓഫീസിൽ ഇരുന്നാലും ഒരു കോൾ വന്നാൽ നിങ്ങൾ പറയും, സാർ ഒരു കോൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പോകാറുണ്ടോ? എല്ലാവരും ചെയ്യാറുണ്ട്. ഒരു കോൾ അറ്റൻഡ് ചെയ്യാത്തവർ ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും പലരും മൊബൈൽ പൂട്ടി വെച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. എന്തിനാ വെച്ചിരിക്കുന്നത്? ഒരു കോൾ വന്നാൽ എടുക്കാനാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ പർപ്പസിലി ചെയ്യുക. എന്തോന്ന് ചെയ്യണം? കോളെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫോണിൽ ആര് വിളിച്ചെന്ന് അവർ നോക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? പർപ്പസിലി ഒരു വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വീഡിയോ റെക്കോർഡർ ഇട്ടിട്ട് ഫോണെന്ന് പറഞ്ഞ് പുറത്തു പോകുന്നു. അതിൽ നിങ്ങൾ സംസാരിക്കുന്നു, ഹായ് ദിസ് ഈസ്, അത് പറഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ കേൾക്കുന്നവന്ന് വിചാരിക്കും അയാളെന്തോ കോളാ അറ്റൻഡ് ചെയ്തെന്ന്. 5 മിനിറ്റ് റെക്കോർഡ് ചെയ്തു, കഴിഞ്ഞു. നിങ്ങൾ ഇത് ആരും സംശയിക്കുന്നില്ല. നിങ്ങളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നു. ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു, ഹായ് ഹൗ ആർ യു, ദിസ് ഈസ് പ്രതാപ് ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ദിസ് ഈസ് മൈ വേ ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ഐ ആം ലൈക്ക്വൈസ്. യു ക്യാൻ ടോക്ക് എൻ നമ്പർ ഓഫ് ടൈംസ്. ഒരു കോള് ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 3 കോള് ഓഫീസിൽ നിന്ന് എടുക്കാമല്ലോ. അതിന് 2 കോള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന ഇതായിരിക്കാം. പക്ഷെ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞ ഈ വോയിസ് റെക്കോർഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് മാറി നിന്ന് സംസാരിക്കാമല്ലോ ഒരു 5 മിനിറ്റ്. ആരും അറിയുന്നില്ല, അപ്പുറത്തൊരു ആളുണ്ടെന്ന് ഇല്ലെന്നുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് ആള്. നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ വോയിസ് റെക്കോർഡറിനകത്താണ്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു ഡെയിലി. ഇത് നിങ്ങൾ ഓരോ 1 മിനിറ്റിലും ഒരു കോൾ എടുത്താൽ ഒരു കുഴപ്പമില്ല, എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനകത്ത് ഒരു കോൾ എടുക്കാമല്ലോ. ഇതേപോലെ ഈ കോളിനകത്ത് മറ്റേ എൻഡിൽ ആളില്ല, നിങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വോയിസ് റെക്കോർഡറിലാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നു, സംസാരിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, കഴിഞ്ഞു, കോൾ കഴിഞ്ഞു. സിമ്പിൾ. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ചെറിയ ആക്ഷൻ. വിത്തൗട്ട് ആക്ഷൻ ദർ വോണ്ട് ബി എനി റിസൾട്ട്സ്. ഓക്കെ, ആക്ഷൻ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓഫീസിലാണെങ്കിലും നിങ്ങൾ വണ്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കോൾ എടുക്കാൻ നിങ്ങൾ എന്തായാലും മൊബൈൽ കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ മൊബൈലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടൂള്. നിങ്ങൾ മൊബൈലിനകത്ത് നിങ്ങൾ വോയിസ് റെക്കോർഡർ ആപ്പ് ഇടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോൺലി ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് ക്യാമറ ഓൺ ചെയ്യാം, ഒരു വീഡിയോ റെക്കോർഡർ ഇടാം, നിങ്ങൾ സംസാരിക്കാം. എന്നിട്ട് അതിനങ്ങ് ഇത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അഥവാ കേൾക്കണമെങ്കിൽ ചെറിയ പോഡ്കാസ്റ്റുകൾ കിട്ടും. നിങ്ങൾ വണ്ടിയിലൊക്കെ ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് ഇംഗ്ലീഷിൽ ചെറിയ കാര്യങ്ങൾ കിട്ടും. ഇനി സാറേ എനിക്കൊന്നും കേട്ടാൽ മനസ്സിലാവില്ല. കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് കൊച്ചു ഇത് കിട്ടും. കാർട്ടൂൺസ് കിട്ടും. ഞാൻ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ഇതേപോലെ പോഡ്കാസ്റ്റ് കേട്ടിട്ട് നിങ്ങളുടെ ചെവി ലിസണിങ്
കാരണം സംസാരിക്കണമെങ്കിൽ നമ്മുടെ ചെവിയും കൂടെ കുറെ കൂടെ ക്ലിയർ ആയിരിക്കും. ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് പറ്റില്ല, നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. മനു പറഞ്ഞ പോലെ നമുക്ക് 24 hours ആണ് എല്ലാവർക്കും. ഈവൻ നരേന്ദ്രമോദിക്കായിരുന്നാലും നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാറിനായിരുന്നാലും ആർക്കായിരുന്നാലും ഇവർക്കെല്ലാം സമയം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, കാരണം അവരെല്ലാവരും ഈ സമയത്തിനകത്ത് അവർക്ക് നമ്മളെക്കാളും വളരെ തിരക്കാണ്, പക്ഷെ അവരെല്ലാവരും ഈ സമയം മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം പറയും സാർ അവർക്കൊക്കെ വേറെ ആൾക്കാർ ചെയ്യാനുണ്ട്, നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മുടെ നരേന്ദ്രമോദി നമ്മൾ തന്നെയാണ്, നമ്മുടെ പിണറായി വിജയൻ നമ്മൾ തന്നെയാണ്, നമ്മളെ സഹായിക്കാൻ നമ്മൾ തന്നെയാണ്, എല്ലാം നമ്മൾ തന്നെയാണ്. സോ നമ്മുടെ സമയവും നമ്മുടെ കയ്യിലാണ്. ആരാണ് അവന്റെ സമയം, അവന്റെ ഊർജം, അവന്റെ പണം അല്ലെങ്കിൽ അവന്റെ ധനം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു, അവൻ ടോപ്പിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഇതിൽ സമയം നമുക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യത്തില്ല, നമ്മൾ കണ്ടെത്തണം സമയം. അതിന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. ഇതിന് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതൊക്കെ ഈ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അവസരങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് മാറരുത്. നമുക്ക് കിട്ടുന്നതിൽ നിന്ന് അവസരം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഒരു ബുദ്ധിയുള്ള ആൾ ചിന്തിക്കേണ്ടത്. അതിന് ആദ്യം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വിചാരിക്കണം. ഓക്കെ മനു, കണ്ടിന്യൂ. ജസ്റ്റ് ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, I told a bit earlier that you need to improve or you need to increase the vocabulary you guys have. In order to increase your vocabulary, one thing you guys can do is, I assume you people view videos on maybe YouTube or even movies or something like that. There is this option for subtitles. Make sure everyone has enabled English subtitles. Now, just like I think someone, Husna or someone asked, how do I, clearly, effectively communicate, or how do I effectively increase my, vocabulary? This is how you can increase. I think Husna said she has to listen to one video multiple times. Exactly. When people like you are watching a video multiple times, first time you put the effort in reading the words. Okay. ഇപ്പം നമ്മൾ ഒരു വീഡിയോ 2 തവണ കാണേണ്ടി വരും നമുക്ക് മനസ്സിലാക്കാൻ നമുക്കറിയാമെങ്കിൽ, ആദ്യത്തെ തവണ നമ്മൾ സബ് ടൈറ്റിൽ വായിക്കാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യത്തെ തവണ വായിച്ചു. ഈ അന്യഭാഷാ ചലച്ചിത്രങ്ങൾ കാണുന്നവർക്കറിയാം, ഈ കൊറിയൻ അല്ലെ അങ്ങനത്തെ ഇങ്ങനത്തെ കാണുന്നവർ ആദ്യം അവർ ഒരു തവണ മൂവിയിലെ സ്ക്രിപ്റ്റ് ഈ താഴെ എഴുതി വരുന്ന സബ് ടൈറ്റിൽ വായിക്കാൻ വേണ്ടി സമയം ചെലവാക്കും. രണ്ടാമത്തെ തവണയാണ് അവർ ആക്ച്വലി മൂവി കാണുന്നത്. അന്നേരം അവർക്ക് ഓൾറെഡി ഇനി ഇതാണ് ഡയലോഗ്. അപ്പൊ അതുപോലെ നമ്മൾ ഇച്ചിരി സമയം ഈ സബ് ടൈറ്റിൽ, അഥവാ ഇവരെന്താണ് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നതെന്നുള്ളത് താഴെ ഇംഗ്ലീഷിൽ എഴുതി വച്ചേക്കുന്ന വായിക്കുമ്പം നമ്മൾ വ്യക്തമായിട്ട് ഇപ്പൊ കണ്ടു ഒരു വാക്ക്, ശരി, ക്യാരക്ടർ. അതേ സമയത്ത് ചിലപ്പോൾ അവന്റെ ആക്സെന്റിൽ പറയുമ്പോൾ ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റുന്നത്. Okay, so definitely make sure you are reading as well as listening and speaking. Listening and speaking ആണ് ഒരു ലാംഗ്വേജ് മെച്ചപ്പെടുത്താനുള്ള ഒരു രീതി. പക്ഷെ സ്റ്റിൽ there will be some missings or some downfalls when you are sticking to a particular set of words. Particular set of words എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ചിലരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഷോപ്പിൽ നിൽക്കുന്ന ആളാന്ന് വെച്ചു. അപ്പം ഈ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വേർഡ്സിൽ ഒതുങ്ങി നിൽക്കും അവരുടെ വൊക്കാബുലറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ സർ അല്ലെങ്കിൽ ഹലോ മാഡം, ഹൗ മേ ഐ ഹെൽപ്പ് യു. ഓക്കെ, ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് പറയുമ്പോൾ അവർ പറയും, ക്യാൻ യു ഗെറ്റ് മീ സം ബട്ടർ, സം ഘീ, സം മിൽക്ക്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ ലെറ്റ് മീ ഗിവ് യു ദിസ് തിങ് എന്ന് പറഞ്ഞാൽ അവരെ സാധനങ്ങൾ കൊടുക്കും. കഴിഞ്ഞു. ഇസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു? നോ. അല്ലെങ്കിൽ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ ഹെൽപ്പ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റൈറ്റ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ജോലിയിൽ നിൽക്കുന്ന ആളുകളുടെ വൊക്കാബുലറി ആ വാക്കുകളിൽ ലോക്ക്ഡൌൺ. ഈ സെയിം ഡയലോഗ് ആയിരിക്കും അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 100 തവണ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പുതിയ വാക്കുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ദൃശ്യമാധ്യമങ്ങളുടെ സ്കോപ്പ്, എന്ത് സ്കോപ്പാണ്, സബ് ടൈറ്റിൽ പോലത്തെ സ്കോപ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഫോറമാണ്. ഇത് നമുക്കൊരു ഡിസ്കഷൻ ആക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ആക്കണമെന്നില്ല. ഇത് ഇന്ററാക്റ്റീവ് ആക്കുന്നതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ്. കാര്യം തെറ്റിക്കാനുള്ള പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ തെറ്റിച്ച് ശീലിക്കുമ്പം ഇവിടെ ആരും എന്താടാ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, അങ്ങനെ ആരും പറയില്ല. ഇവിടെ നമ്മൾക്ക് എന്ത് മനസ്സിലായി എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും.
അപ്പം നിങ്ങൾ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചെന്ന് പറയുക, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ഇതായിരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, അതിന് ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളവിടെ കാണിച്ചു തരിക. നിങ്ങളാരും തെറ്റല്ല പറയണത്, നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടെ ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഒരു ദിവസം ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് കേട്ടോ, കള്ളത്തരമൊന്നുമല്ല, ഉണ്ടാക്കിയ കഥയൊന്നാണ്. ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. വൈഫും പിള്ളേരും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും അതൊരു പരാജയമായിരുന്നു. പിന്നെ വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് കഴിച്ചു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യണം, എന്തൊക്കെ ഇത്തവണ ആഡ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. ഓക്കെ, എന്റെ ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് വെൻ ഇറ്റ് കംസ് ടു ചിക്കൻ കറി, ഐ എക്സ്പ്ലോർഡ് ദാറ്റ്. ഹൗ? ബൈ ട്രൈയിങ് ഇറ്റ്. If I had waited and waited till one day that I will make a perfect chicken curry, that is not going to happen. I tried it once, I failed. I tried it again, I failed in a better way. I tried it again, I was less of a failure. Okay, just like that. Try things on your own. There are many tips and tricks you guys can follow. അതുപോലെ ഒരു കാര്യം കൂടെ First thing is come forward. Now itself we can see there are 2 people on camera, which itself is the confidence booster for us. യെസ്, അതുപോലെ മനു നമ്മളൊരു 40 മിനിറ്റിന്റെ സെഷനിൽ 2 പേര് തന്നെ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത മാത്രമല്ല ആഴ്ച ഈ ക്ലാസ് നടക്കുമ്പോൾ ഒരുപക്ഷെ സ്ക്രീനിൽ മൊത്തം ആൾക്കാരായിരിക്കും വീഡിയോസ് ആയിരിക്കും. ഓക്കെ മനു, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സജിനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കണ്ട. നമ്മൾ പതുക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് നാച്ചുറലി പതുക്കെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരാൾ പാവു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ പതുക്കെ ഇവൻ പതുക്കെയല്ലേ പറയുന്നത്, ഞാനിതിനാ സ്പീഡ് കിട്ടുന്നതെന്ന് തോന്നും. സോ സൈക്കോളജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഇഫ് യു ടോക്ക് സ്ലോലി പേഷ്യൻ്റ്ലി, the listener will also forced to talk to us slowly and patiently and calmly. So നമ്മൾ എപ്പോഴും, and not only that, we will also get the time to frame our words in a beautiful way. റൈറ്റ്, അതാണ് അതിന്റെ ബ്യൂട്ടി. അതാണ് നമുക്ക് സംസാരിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ആലോചിച്ച് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുമ്പം അതിന് ബ്യൂട്ടി ഉണ്ട്. സ്ലോ ആയിട്ട് സംസാരിച്ചാൽ മതി. സി, ടോൺ, ആക്സെന്റ് ഒക്കെ എല്ലാവർക്കും ഇടാൻ പറ്റും. People who have been talking consistently for a very long time can do anything, can do wonders with their words. ഇങ്ങനെ പറയാതെ എനിക്ക് മര്യാദയ്ക്കും പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊരു സ്റ്റൈലിൽ എത്തിയതിനു ശേഷം തീരുമാനിക്കാം. ടിൽ ദെൻ യു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതികളൊക്കെ സെറ്റാണ്. ഷെരീഫ് സർ, ഗുഡ് ഈവനിങ്, നൈസ് ടു സീ യു. സാറും ഇതായിട്ട് വന്നിട്ടുണ്ട്, കാരണം സാറ് ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സെഷൻ വീണ്ടും കേട്ടോ. 5 മിനിറ്റേ ഉള്ളൂ. കട്ടാവോ? 5 മിനിറ്റ്. കാരണം നമ്മൾ ഫ്രീ സെഷൻ നമ്മൾ കുറച്ചും കൂടെ ഞാൻ ആദ്യത്തെ ഒരു മന്ത് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമുക്ക് കാരണം ഒരു പെയ്ഡ് സെഷൻ നമ്മൾ വായിക്കണം. നമുക്ക് സൂം, നമുക്കൊരു ഡെഡിക്കേറ്റഡ് സംഭവം വേണം, അല്ലെങ്കിൽ അങ്ങനെ അക്കൗണ്ട് എടുക്കണം. അപ്പൊ നമ്മള് കാരണം റിസൾട്ട് വരാതെ ഞാൻ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരുത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് 5 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് റിസൾട്ടിൽ വന്നാൽ ഇതിന്റെ ഗെയിം പൂർണ്ണമായിട്ട് ചേഞ്ച് ആകുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ എല്ലാ ഏരിയയിലും, ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല ലൈഫിന്റെ സകല ഏരിയയിലും നമുക്കൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 2025 നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എൻ്റെ മെന്റേഴ്സ് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായത്. കാരണം ഞാൻ ഒത്തിരി കാലമായിട്ട് ഐ ആം കറന്റ് അറ്റ് 44. എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 44. ഞാൻ ഇത്രയും കാലം വരെ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എൻ്റെ മെന്റേഴ്സ്, കാരണം ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മെന്റർ നമ്മളെ പുഷ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ആന എന്ന് പറയുന്ന നമ്മുടെ പവർ എത്ര നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇനോർമസ് പവറാണ് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളാണ്. അപ്പൊ അത് പുഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരാൾ വേണം. ചുമ്മാ നമുക്ക് പറയുമ്പോൾ നമുക്ക് അയ്യോ എന്നെ കൊണ്ട് പറ്റൂല, കാരണം നമ്മൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ ഏരിയയിലും നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഇതായിട്ട് വരണം. അപ്പം ഇത് കണ്ടിട്ട് ഫ്രെയിമിന്റെ അടുത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്രെയിമിന്റെ അഡ്മിൻസിനകത്തുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഇതിനെ മാക്സിമം മാർക്കറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഇനി വന്നിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡിങ്സ് ഇടണം.
ഞാൻ ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റി, എൻ്റെ ലൈഫിൽ വന്ന മാറ്റം ഇതൊക്കെയാണ്. ഇത് കേട്ടിട്ടാണ് അടുത്ത ആൾക്കാർ വരാനുള്ളത്. കാരണം ഇപ്പം കറന്റ് 95 എനിക്ക് തോന്നുന്നു 100 കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷെ പലരും വരുന്നില്ല. കുറച്ച് ആൾക്കാർ ഡെഡിക്കേറ്റഡ് നിൽക്കുന്നു. ഇത് നിങ്ങളുടെ മാറ്റം അടുത്തൊരാൾക്കും മാറ്റമായി വരും. ഓക്കെ, അപ്പൊ അതിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട് സാർ. ചിലപ്പോൾ അവർക്ക് ലൈഫിൽ പ്രയോറിറ്റൈസ് ചെയ്ത് വരുമ്പോൾ ഈ സെഷൻ ഇരിക്കാനുള്ള സമയം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഈ സെഷനിൽ ഇപ്പൊ ഇരുന്നവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ തുടങ്ങാം, നമ്മൾ ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ, എന്റെ റിയൽ ലൈഫ് സംഭവം കൂടെ പറഞ്ഞ് എന്റെ ടോക്കിനെ ഇന്നത്തെ ഞാൻ നിർത്താം. ബാക്കി എല്ലാവരുടെയും പരിപാടികളിലേക്ക് കിടക്കാനുണ്ടല്ലോ. സി, the way I am speaking right now, I was not like this. All right. ഞാൻ എൻ്റെ വർക്ക് ലൈഫ്, അതായത് പ്രോപ്പർ ഡോക്യുമെന്റഡ് വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ദ വേ ഐ സ്റ്റാർട്ടഡ്, ഇറ്റ് വാസ് ഇൻ എ BPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ആവും. അല്ലെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ വോഡാഫോണിലേക്കൊക്കെ വിളിക്കില്ലേ, കസ്റ്റമർ കെയറിൽ വിളിക്കില്ലേ, അപ്പൊ അവര് ഫോൺ എടുത്തിട്ട് ഹലോ സാർ, ഹൗ മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ പറയില്ലേ. ഏതാണ്ട് അതുപോലത്തെ ഒരു നേച്ചർ ആയിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ജോബില്. അവിടുത്തെ ടെക്നിക്കൽ ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വോയിസ് പ്രോസസ്സിൽ, കോൾ എടുക്കാനുള്ള പ്രോസസ്സിലേക്കായിരുന്നു ഞാൻ കൊടുത്തത്. ആ കോൾ എടുക്കാനുള്ള പ്രോസസ്സിൽ എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ ഒരു പരാജയമായിട്ട് പകരം ചാറ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് പോയിരുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ ഇന്റേണലി മൂവായി സെമി വോയിസ്, സെമി ചാറ്റ്, പിന്നെ ഫുൾ വോയിസ്. അത് കഴിഞ്ഞാണ് പിന്നെ പ്രോപ്പർ IT മാറുന്നതും. പിന്നെ US, ജർമ്മൻ, UK എല്ലാ ആളുകളുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ കോമഡി ഇതാണ്, 10ാം ക്ലാസ്സും +2 വരെ CBSE പഠിച്ച ഒരാളാണ് ഞാൻ. ഓക്കെ, ഇംഗ്ലീഷ് കാണാത്ത അല്ലെങ്കിൽ മലയാളം സിലബസിൽ, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാളല്ല. 12th വരെ ഇംഗ്ലീഷ് ആൻഡ് CBSE രണ്ടിലും കൂടെ പഠിച്ച ആള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് ഇറങ്ങിയപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് അല്ല, ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീമിലേക്ക് പോകാനുള്ളത് പാസ്സായില്ല, ഫെയിലായി. ഓക്കെ, അവിടുന്നാണ് നിങ്ങളെ ഒരു പരിചയമില്ലാത്ത 30 പേരുടെ മുന്നിലിരുന്ന് ഞാൻ ഈ കഥാപ്രസംഗം പറയുന്നു. സോ I have gone through things, I have practiced talking, I have practiced this language, I have given some interviews. Okay, that is the way you will also develop yourself. Start talking. Once you talk, you will make mistakes. That is fine. Don't get stuck over there. Break the barrier, come out of it. Practice again. Make mistakes. Practice again. That is the only way you will learn a new skill. ഏതൊരു സ്കില്ലും പോലെ തന്നെ ഡ്രൈവിംഗ്, കുക്കിംഗ്, ഒരു സ്പോർട്സ് ആക്ടിവിറ്റി പോലെ തന്നെയാണ് ലാംഗ്വേജ്. ഇത് ആർക്കും പിടിക്കാൻ പറ്റാത്ത ഒരു സംഗതിയല്ല. നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന മലയാളമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് ആണിത്. ഇത് കൈകാര്യം ചെയ്യുന്ന നമുക്ക് ഇംഗ്ലീഷ് ഒരു സംഭവമല്ല. നമ്മൾ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവരാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരം. പ്രാക്ടീസ് ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഫ്രീ നമുക്ക് നോക്കാം ഇനിയുള്ളത്. ഓക്കെ, ശരി. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ സെഷൻ തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതേപോലുള്ള സെഷൻസ്